രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം തലപതി. ഒരു നടൻ മുഖ്യമന്ത്രിയായാൽ ഭരിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ടാണ് വെറും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. അധികാരമേറ്റ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് സാധാരണക്കാരുടെ വീടുകളിലാണ് അദ്ദേഹം വെളിച്ചം എത്തിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി അദ്ദേഹം രൂപീകരിച്ച സിംഗപ്പെൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും തമിഴകത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയെ തകർക്കാൻ നേരിട്ട് നിരീക്ഷിക്കുന്ന ആന്റി ഡ്രഗ് ഫോഴ്സും ഇന്ന് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും സമീപമുണ്ടായിരുന്ന 700-ലധികം മദ്യശാലകൾ വെറും 48 മണിക്കൂറിനുള്ളിൽ പൂട്ടിച്ച് താൻ പറഞ്ഞാൽ വാക്ക് മാറാത്ത ജനങ്ങളുടെ തലപതിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ എന്താണ് കണ്ടത്? വെറും കുടുംബ ഭരണവും അഴിമതിയും വ്യാജ വാഗ്ദാനങ്ങളും മാത്രം. ജനങ്ങളെ കൊള്ളയടിച്ച് മയക്കുമരുന്ന് മാഫിയയ്ക്ക് കുടപിടിച്ച സ്റ്റാലിൻ ഭരണത്തിന്റെ പതനം തമിഴ്നാട് ആഗ്രഹിച്ചതാണ്. ആ ഇരുണ്ട ഭരണത്തിൽ നിന്നുള്ള മോചനമാണ് വിജയുടെ ഈ ജനകീയ സർക്കാർ. ധീരയായ പുരട്சி തലവി ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് കണ്ട ഏറ്റവും മികച്ച, ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി വിജയ് ആണ്. ഇത് കേവലം ഭരണമല്ല, തമിഴകത്തിന്റെ പുതിയ ചരിത്രമാണ്. തലപതിയുടെ ജനക്ഷേമ ഭരണം തുടരട്ടെ.